വളരെ ശ്രേഷ്ഠതയുള്ള ഒരു പർവ്വതമാണ് ജബലുർ റഹ്മ. അവിടെ നിന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി, അതായത് 1.25 മഹാന്മാരാകുന്ന സഹാബത്തിനോട് മുത്തനബി തങ്ങൾ പറഞ്ഞു ഇവിടെ ഹാജറില്ലാത്തവർക്ക് പരിശുദ്ധമായിരിക്കുന്ന ദീനിന്റെ വിധി വിലക്കുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുത്തനബിയുടെ മഹാന്മാരാകുന്ന സഹാബത്തിന്റെ വാഹനങ്ങൾ ഏത് ഭാഗത്തിലേക്കാണോ തിരിഞ്ഞത് ആ ഭാഗത്തിലേക്ക് മഹാന്മാരാകുന്ന സഹാബത്ത് പുറപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. ആ കൂട്ടത്തിൽ അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ പരിശുദ്ധമായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വന്നെത്തുകയും ബഹുമാനപ്പെട്ട അൻഹുവിന്റെ ചരിത്രം വളരെ വിശാലമാണ്. ഇന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് മുഖദാർ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണുന്നതാണ്. മുഈറത്തുദ്ദാർ ലോപിച്ചിട്ട് മുഖദാറായി മാറിയതാണ്. അതായത് അൻഹുവിന്റെ വീടിനെ എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും അതൊരു എല്ലാവർക്കും ചെന്നെത്താനുള്ള സ്ഥലമാണ്. ആ മുഖദാർ ലോപിച്ചിട്ടാണ് മുഖദാറായി മാറിയിരുന്നത്. ആ കൂട്ടത്തിൽ മഹാന്മാരാകുന്ന സഹാബത്ത് ലോകത്തിന്റെ മുക്കിലേക്കും മൂലയിലേക്കും എത്തി അവിടെയൊക്കെയും പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം എത്തിക്കാൻ കാരണമായത് ഈ പരിശുദ്ധമായിരിക്കുന്ന അറഫയിലുള്ള ജബലുർ റഹ്മയിലുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫല്യുബല്ലിഗു ശാഹിദു മിനൽ ഗായിബ് എന്നുള്ള പ്രവചനമാണ്. അല്ലാഹു തആല നമുക്ക് ഇന്ന് പരിശുദ്ധ മലയിൽ കയറുന്നവരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഹജ്ജിന്റെ ബന്ധത്താൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മെല്ലെ കയറി വരണം. മുത്താണ്ട് അവിടെ മുത്താൻ എന്തില്ലത്. പിന്നെടുക്കുന്നത് ഇതിന്റെ മുകളിൽ നിന്നിട്ട് പ്രഭാഷണം നടത്തി. ഒരുമിച്ച് കൂടുന്ന ഹജ്ജിനും തങ്ങൾക്ക് സമീപിക്കാനുള്ള നൽകണേ അല്ലാഹുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവനെ ഞങ്ങൾക്ക് വേറായും ഹജ്ജ്
Ah.